കേരളത്തിൽ വലിയ നീതിബോധത്തോടുകൂടി നിരപരാധികളൊക്കെ കൊണ്ടുപോയി ഗുണ്ടാ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ട് വമ്പിച്ച നീതിബോധം കാണിക്കുന്ന പോലീസുകാരൻ രാജ്യത്തെ പക്കാ ക്രിമിനലുകളായ LDF-കാരന് 5 കൊല്ലം കാവലിരുന്നത് കേരളത്തിൽ മുഴുവൻ കാണാൻ കഴിയും. കോട്ടക്കൽ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചു LDF-കാരൻ. തൊട്ടു പിറ്റേ ദിവസം ദേശാഭിമാനിയുടെ എഡിറ്റോറിയൽ ഇപ്പോഴും എന്റെ കയ്യിലുണ്ട്. എന്താ എഴുതിയത്? വയനാട്ടിലെ പുൽപ്പള്ളിയിലെ സ്റ്റേഷൻ നക്സലുകൾ ആക്രമിച്ചതിന്റെ ചരിത്രത്തിന്റെ ആവർത്തനമാണ് കോട്ടക്കലിൽ നടന്നത് എന്നാണ്. അതിന്റെ പേരിൽ ഒരു കുട്ടി ശിക്ഷിക്കപ്പെട്ടിട്ടില്ല ഈ നിമിഷം വരെ, ഒരൊറ്റ LDF-കാരൻ. എന്നാൽ കോട്ടക്കൽ പോലീസ് സ്റ്റേഷൻ LDF ആക്രമിച്ച് കൃത്യം 3 മാസം കഴിഞ്ഞപ്പോഴേക്കും DYFI-കാരൻ കോട്ടക്കൽ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചു. DYFI-യുടെ മലപ്പുറം ജില്ലാ ജോയിന്റ് സെക്രട്ടറി 12 ദിവസം ജയിലിൽ കടന്നു. 12 ദിവസം റിമാൻഡിൽ. പക്ഷേ കോട്ടക്കൽ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചതിന്റെ പേരിൽ ഒരു ദിവസം ഒരു LDF-കാരൻ ജയിലിൽ കടന്നില്ല. കൊടിയേരി ജയിൽ കൊടുത്ത സഹായം. കാരണം 25,000 വോട്ടിന് നായനാർ ജയിച്ച തലശ്ശേരി മണ്ഡലത്തിൽ മുട്ടുപറച്ചാണ് കൊടിയേരി കഴിഞ്ഞതിന് മുമ്പുള്ള തെരഞ്ഞെടുപ്പിൽ ഉണ്ണിത്താനോട് അവിടെ ജയിക്കുന്നത്. LDF-ന്റെ സഹായത്തോടുകൂടി. LDF-കാരന് കൊടുത്ത സഹായത്തിന്റെ വിലയാണ് 5 കൊല്ലം LDF-കാരൻ കേരളക്കരയിൽ സകല തോന്നിവാസങ്ങൾക്കും ചൂട്ടുപിടിച്ചുകൊണ്ട് ഇവർ ചെയ്തു കൊടുത്ത സഹായം എന്ന് പറയുന്നത്, CPM-കാർ ചെയ്തു കൊടുത്ത സഹായം എന്ന് പറയുന്നത് LDF-നെ പ്രോത്സാഹിപ്പിച്ചു. LDF-യുമായുള്ള ഒരു അവിശുദ്ധ ബാന്ധവം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കി. മറുഭാഗത്ത് ജമാഅത്തെ ഇസ്ലാമിയുമായി ഒരു ഉടുപ്പും മര്യാദയില്ലാതെയാണ് സഖാവ് പിണറായി വിജയൻ പറഞ്ഞ് തെരഞ്ഞെടുപ്പിന്റെ ഒരു 2 ആഴ്ച മുമ്പ് ജമാഅത്തെ ഇസ്ലാമിയുമായി ഞാൻ ചർച്ച നടത്തിയത്. ആരാണ് ജമാഅത്തെ ഇസ്ലാമി? എന്താണ് ജമാഅത്തെ ഇസ്ലാമിയുടെ വീക്ഷണം? തെരഞ്ഞെടുപ്പിൽ ഇത് പറഞ്ഞ് ആ പത്രസമ്മേളനം കഴിഞ്ഞ് ഒരു ഭാഗത്ത് പിണറായി വിജയൻ ഇറങ്ങുമ്പോൾ മറുഭാഗത്ത് എറണാകുളത്ത് നിന്ന് തന്റെ ഓഫീസിൽ നിന്ന് പുറത്തു വരുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ പത്രക്കാരോട് പറഞ്ഞ എന്താണ്? ഞങ്ങൾ തീവ്രവാദികളാണെന്ന വീക്ഷണം CPM മാറ്റിവെച്ചു എന്നാണ്. അങ്ങനെ ഒരു വീക്ഷണം CPM മാറ്റിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വടകരയിൽ പോയാൽ ദാതാപുരത്ത് കിട്ടുമെങ്കിൽ, അല്ലെങ്കിൽ കോഴിക്കോട് അങ്ങാടിയിൽ തീർച്ചയായും നിങ്ങൾക്ക് ചിന്ത പബ്ലിക്കേഷനിൽ നിന്ന് ലഭിക്കുന്ന ദേശാഭിമാനിയുടെ ബുക്ക് സ്റ്റോറിലുള്ള ഒരു ചെറിയ ലഘുലേഖയുണ്ട്. 40 റുപ്യാണ് അതിന്റെ വില. 10 റുപ്യക്ക് തുടങ്ങിയതാണ്. ഇപ്പൊ അതിന്റെ എത്രയോ എഡിഷനുകളായി. ഇപ്പൊ അതിന്റെ വില 40ആണ്. അത്ര പേരുണ്ട്. സീതാറാം യെച്ചൂരി